കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കാന്തല്ലൂർ കയറി പോകുന്ന വഴിക്ക് കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇതൊരു പാലമൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് കാന്തല്ലൂരേക്കുള്ള വെൽക്കം ബോർഡൊക്കെ നമുക്ക് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് വില്ലേജായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് പോയി അവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം. അപ്പോൾ നമ്മൾ വന്നത് മൂന്നാർ വഴി കയറി വന്നപ്പോൾ ആ വഴിക്ക് വന്ന കുറച്ച് കാഴ്ചകളും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ കണ്ടു വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്, എന്നാലേ ഈ വീഡിയോ ഒരു ഭംഗിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പോയി മൊത്തത്തിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരാം. എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു വീടിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഈയിടെ ഇച്ചിരി വൈറലായി, ഒരു 1,00,000-ന് മേളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കാം. പനനൊങ്ക തെങ്ങിൻ്റെ പൊങ്ങ് മൂന്നാർ ഭാഗത്തുനിന്ന് ഇത് നമുക്ക് സ്ഥിരം കാഴ്ചയാണ്. ഇത് നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാറിലേക്ക് എൻട്രൻസ് ആയി കേട്ടോ. പഴയ മൂന്നാറിലെ CSI പള്ളിയൊക്കെ നമുക്ക് കാണാവേ. നൈമക്കാട് ടീ ഫാക്ടറിയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് ഇരവികുളം നാഷണൽ പാർക്കുള്ളത്. ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇവിടെ പോയാൽ നമുക്ക് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന വരയാടുകളെയൊക്കെ കാണാൻ പറ്റും. മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്നൊരു മൃഗമാണ് ഈ വരയാടുകൾ കേട്ടോ. നമുക്ക് സമയമില്ല, ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നൈമക്കാട് CSI ചർച്ച്, പിന്നെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണ് കാണുന്നത്, ആനമല. നമുക്ക് ഏറ്റവും നല്ല തേയിലത്തോട്ടമൊക്കെ കാണണമെങ്കിൽ മൂന്നാർ തന്നെ വരണം കേട്ടോ. ഇവിടെ നമുക്കൊരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുപോകാം. എത്ര മനോഹരമായ തേയിലത്തോട്ടമാണ് നോക്കി. ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ, പക്ഷേ ഇത് അടച്ചിട്ടിരിക്കുവാണേ. നമ്മളെ കട കാണാൻ വേണ്ടിയല്ല, ഈ വേനൽക്കാലത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ വലിയൊരു അതിശയം ഇവിടെ ഉണ്ട്. ഇതുണ്ട് ഒരു വെള്ളച്ചാട്ടം, അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ആ തേയില കുന്നുകളുടെ മുകളിൽ നിന്നും ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. തേയിലേറ്റ് തിളങ്ങുന്ന തേയിലത്തോട്ടം കണ്ടോ. തമിഴ്നാട്ടിലേക്ക് ചരക്കുമായിട്ട് പോകുന്ന ലോറി ഇപ്പോൾ ഇവിടെ പണിയായെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ തേയിലപ്പൊടി കയറ്റിയ ലോറിയും. ഇത് ഉദുമലപ്പേട്ടയിൽ നിന്ന് വരുന്ന വണ്ടിയാട്ടോ മൂന്നാറിലേക്ക്. ഇവിടുന്ന് നമുക്ക് ആനമലയുടെ കാഴ്ചയും അങ്ങ് താഴ്വാരത്തിൽ കണ്ടോ തേയിലിട്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി. അതുപോലെ തന്നെ ഇവിടെ ഈ യൂക്കാലി മരങ്ങളുടെ മുറിച്ചായ കേട്ടോ. ഇപ്പോൾ മൂന്നാർ മേഖലയിൽ യൂക്കാലി എല്ലാം മാറിക്കൊണ്ടിരിക്കുക. കൂടുതൽ ജലം വലിക്കുന്നൊരു മരമാണ് ഈ യൂക്കാലി മരം. അങ്ങ് താഴെ നമുക്ക് തലയാറിൻ്റെ കാഴ്ചകളൊക്കെ ചെറിയ രീതി കാണാവേ. നമ്മൾ കുറച്ച് നേരം വൈകി താഴോട്ട് പോകാൻ, ഇനി തിരിച്ചും വരണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട്. നമുക്ക് ഈ തേയിലച്ചെടികളുടെ കാഴ്ച കണ്ടാൽ അവിടുന്ന് കണ്ണ് പറിക്കാൻ തോന്നുമല്ലോ കേട്ടോ. നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാവേ. കണ്ടോ ഈ താഴ്വാരമൊക്കെ കണ്ടോ, തേയില അങ്ങ് പൂത്ത് കിടക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. നമ്മളങ്ങ് കറങ്ങി ഇതാ അതിലേ ഇറങ്ങിപ്പോകും കേട്ടോ. അതിലേ റോഡ് പോകുന്നുണ്ടോ, അത് തലയാറിലേക്ക് ഇറങ്ങി ചെല്ലുന്നേ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കിയാൽ താഴോട്ട് തേയിലത്തോട്ടവും അക്കരെ യൂക്കാലിപ്സ് പ്ലാന്റേഷനും ഒക്കെയാണ് കേട്ടോ. ആ താഴെക്കൂടെ അതിലെ കണ്ടോ റോഡ്. നമ്മൾ ആ വഴിക്ക് വേണം തലയാറിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട്. നമ്മൾ മോളിൽ നിന്ന് കണ്ട തേയിലത്തോട്ടം താഴെ വന്നുള്ള കാഴ്ച നോക്കിയേ. പച്ചപ്പെന്ന് പറഞ്ഞാൽ അഡാറ് പച്ച കളറാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടേ. അവിടെ ഒരു നല്ല മൊട്ടക്കുന്നാണേ. ആ മൊട്ടക്കുന്ന് നിറച്ച് അവരിങ്ങനെ വട്ടമായിട്ട് തേയില വെച്ചേക്കുക. ഇവരിപ്പോൾ ഇവിടെ ചെയ്യുന്നത് രാവിലെ പറിച്ച തേയിലയുണ്ടല്ലോ, അത് ഇവിടെ കൊണ്ടുവന്ന് തൂക്കി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുവാണേ. ആ മരത്തിൻ്റെ ഉള്ളിലൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത് തുറന്നിട്ടില്ല. ഇവിടെ പകുതി കടകളും ഇപ്പോൾ തുറന്നിട്ടില്ല. ഈ ഇടദിവസം അങ്ങനെ അധികം ആളില്ലാത്തതുകൊണ്ട്. ഇവിടെ ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ കമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ചാരുബെഞ്ചൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ്, അവിടെ ഒരു കട. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പം ഒരുപാട് ലൈൻസും അവിടെ ഒരു അമ്പലം. ലൈൻസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്കതാ തലയാറ് ടീ ഫാക്ടറി കാണാം.
തലയാർന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണവേ. ഇപ്പം നമ്മൾ തലയാർന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. ഇവിടുന്ന് ഇനി മറയൂരേക്ക് 20 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂരേക്ക്. ഇവിടെ മനോഹരമായൊരു സി ചർച്ചൊക്കെ കാണാം. സായിപ്പന്മാരുടെ കാലത്തുള്ള പള്ളിയാണ് ഇവിടെയൊക്കെ ഉള്ളതല്ല. ഇപ്പം നമ്മൾ വാഗുവര എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു ഫാക്ടറിയൊക്കെ ഉണ്ട്, തേയില ഫാക്ടറിയെ. വാഗുവര തേയില ഫാക്ടറി. ഇവിടെ നിൽക്കുമ്പോൾ തേയില ഉണങ്ങുന്ന നല്ല മണം വരുന്നുണ്ടേ. വാഗുവര തേയില ഫാക്ടറിയുടെ ഫ്രണ്ട് വശം ഇത് കേട്ടോ. ഇവിടെ ഒരു ബോഗൺവില്ല അങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ വാഗുവര ടീ ഫാക്ടറിയിൽ നിന്ന് അവരവിടെ ചീരച്ചെടി അതിൻ്റെ നടുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് എഴുതിയേക്കുന്ന കേട്ടോ. അത് ഇത് വാഗുവര ഫാക്ടറിയുടെ ഒരു ഓഫീസ് കെട്ടിടമാണ് കേട്ടോ. ഇത് 1917 പണിതാണ്. ഇപ്പം എത്ര വർഷം പഴക്കമുണ്ടല്ലേ. വാഗുവരേന്ന് ഇവിടെ പേര് വരാനുള്ള കാരണം എന്താ, ഇവിടെ നിൽക്കുന്ന മുഴുവൻ ഒരുതരം വാഗ മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കൂടെ പൂത്ത് കഴിയുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീല മരമാണ് പൂത്ത് നിൽക്കുന്നത്. അങ്ങ് താഴേക്കൊക്കെ ഒരുപാടുണ്ട്. ഈ തേയിലത്തോട്ടത്തിൻ്റെ താഴ്വശത്തുള്ള എല്ലാം ഈ വാഗ മോഡലിലുള്ളൊരു മരമാണ്. വാഗ പല ഇനമുണ്ട്, ചെറിയ വാഗ, വലിയ വാഗ. അപ്പോൾ ഇവിടെ മുഴുവൻ ഈ വാഗമരങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇവിടെ വാഗുവര എന്നുള്ള പേര് വരാൻ കാരണം. തമിഴിൽ പറയുമ്പോൾ വാഗുവരയെന്നായി, വാഗ എന്നുള്ള വാഗു എന്നായി. ഇപ്പോൾ നമ്മൾ ലക്കം വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ 50 രൂപ ടിക്കറ്റാണ് മുകളിലോട്ട് കയറി പോകാനായിട്ട്. പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കുളിച്ചിട്ടൊക്കെ വരാം. കുറച്ചുകൂടെ വെള്ളമുള്ള സമയത്താണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാട്ടിനുള്ളിൽ നിന്നൊരു മുകളിൽ നിന്നൊരു വലിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിങ്ങനെ ഒഴുകി വന്ന് നമ്മുടെ അമരാവതി പുഴയൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന പുഴയാന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് കുറേ വാഗമരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് മിക്കവാറും വരുമ്പോൾ കാണാൻ പറ്റുന്നതായിരുന്നേ. അത് നിൽക്കുന്ന എല്ലാ വാഗമരങ്ങളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പൂവില്ല, പൂ വളരെ കുറഞ്ഞു പോയി. ഇവരെല്ലാം പളനിക്ക് പോകുന്ന തീർത്ഥാടകരാണ് കേട്ടോ. നടന്ന് പളനിക്ക് പോകുന്നവരാണ്. നമ്മൾ വന്ന വഴി കണ്ടപ്പോൾ ഇവിടെ കണ്ടോ വണ്ടിയൊക്കെ ജീപ്പൊക്കെ ഇട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്, നമുക്കൊരു ചെറിയൊരു ചായ കുടിച്ചിട്ട് പോവാം. നല്ല ഭംഗിയുണ്ട് ഈ കട കാണാൻ. ഓല കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ കടയാണ്. ഇവിടെ മുഴുവൻ കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഈ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കൂടെ വെള്ളം കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കിയേക്കുന്നുണ്ടോ. അതിൽ കൂടെ വെള്ളം അവർ താഴേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന മറയൂർ ചന്ദനക്കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചന്ദന ഫോറസ്റ്റാണ് നമ്മുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത്. നമുക്കത് കാണാൻ പോയി. ദൂരെ കാണുന്ന ആ മരങ്ങളൊക്കെ ചന്ദന മരങ്ങളാണ് കേട്ടോ. ആ വലിയ മരമല്ല, ചെറുകിട മരങ്ങളൊക്കെ. ഇവിടെ ഒരു ചേലമരം നിൽക്കുന്നുണ്ടോ. എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ. ചന്ദനക്കാട്ടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടോ. ഈ മുള്ളുകമ്പി കെട്ടി വെച്ചതുണ്ടോ, ഇതാണ് കേട്ടോ ചന്ദനം. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് കാണാവേ. ആ നിൽക്കുന്ന നല്ല ചന്ദനമരമാണ്. ഈ വലുതല്ല, ആ ഇടത്തരമൊക്കെ. ഇപ്പം മറയൂർ എത്താറായേ. ഇപ്പം നമ്മൾ മറയൂർ എത്തി കേട്ടോ. മറയൂർ ബസ് സ്റ്റാൻഡൊക്കെ. മറയൂർ ടൗണൊക്കെ കുറച്ചുകൂടെ മുന്നോട്ടാണ്. ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി ഉടുമലപ്പേട്ട ചിന്നാറൊക്കെ പോകുന്നതാണേ, തമിഴ്നാട്ടിലേക്ക് പോകാം. ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, ഇതാണ് കോവിൽക്കടവ്, കീഴാന്തൂർ, കാന്തല്ലൂരൊക്കെ പോകുന്ന വഴിയാണേ. അപ്പം നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്, വലത്തോട്ടുള്ള വഴിക്ക്. ഇതുണ്ട് മറയൂരെ കരിമ്പ് നിൽക്കുന്നുണ്ട്. കരിമ്പ് ഇത് വെട്ടാനൊന്നും പാകമായിട്ടില്ല, പക്ഷെ ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ.
ഇതുകൊണ്ടാണ് ഇവിടെ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് വെട്ടാനൊക്കെ പാകമായി വരുന്നേ ഉള്ളേ, മൂത്തില്ല. മൂത്തൊഴിയും ഇച്ചിരൂടെയൊക്കെ വണ്ണം വെക്കും. അതുപോലെ ഒത്തിരി കരിമ്പ് തോട്ടമൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റുമേ. ഇത് ഇവിടെ കരിമ്പിട്ടേക്കുന്നുണ്ടോ, ചെറിയ തൈകളാണ് കേട്ടോ. ഇതിനി വളർന്ന് വലുതായിട്ട് വന്നു കഴിയുമ്പോൾ ഇത് വെട്ടിയെടുത്ത് ആട്ടി ഇതിൻ്റെ നീരെടുത്ത് ശർക്കര ഉണ്ടാക്കും. നമ്മൾ അപ്പുറം കണ്ട ഇച്ചിരൂടെ വലിയ കരിമ്പായിരുന്നേ, അതും പാകമായിട്ടില്ല വെട്ടാനായിട്ട്. അപ്പോൾ കാന്തല്ലൂരേക്ക് ഇനിയും കുറേ കൂടെ ദൂരമുണ്ട് കേട്ടോ. ഇവിടെ വളരെ മനോഹരമായൊരു അമ്പലമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന വഴി അതാണ്. ഇത് അമ്പലത്തിലെ കാണിക്കവഞ്ചിയാണേ. ഇതാണ് അമ്പലം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജ്, വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രീൻ കാന്തല്ലൂർ, ക്ലീൻ കാന്തല്ലൂർ. എല്ലായിടത്തും നല്ല ചൂടാട്ടോ. ഇവിടെ ചൂടിനൊന്നും ഒരു കുറവുമില്ല. കോവിൽക്കടവ് പാലമാണ് ഇതേ. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ കോവിൽക്കടവ് പുഴ ഇങ്ങനെ ഒഴുകി പാമ്പാറിലേക്കൊക്കെ പോയി ചേരുന്നത്. മുകളിൽ ചെറിയ ചെക്ക് ഡാം പോലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ. ഈ പുഴയിലെ വെള്ളം മുഴുവൻ കലങ്ങിയാണല്ലോ ഒഴുകുന്നത്. അത് പാമ്പാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ അത് തമിഴ്നാട്ടിലെ അമരാവതി ഡാമിലേക്കൊക്കെ ചെന്ന് ചേരുമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കറിയില്ല. കോവിൽക്കടവ് ടൗൺ ഇതാണ് കേട്ടോ. ഇപ്പുറത്തോട്ട് ഇറങ്ങി വഴിക്ക് പോയാൽ എരച്ചിൽപ്പാലം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് കാണാം. പക്ഷേ അവിടെ ഇപ്പോൾ തുള്ളി പോലും വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ നേരെ കാന്തല്ലൂരേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കോവിൽക്കടവിൻ്റെ മറയൂരിൻ്റെ ഒക്കെ കുറഞ്ഞ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. മറയൂരെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മറിഞ്ഞിരുന്ന് കൊള്ളയടിക്കുന്നവരുടെ ഒരു സ്ഥലമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. അതിലുള്ള വഴിയെ യാത്രക്കാർ വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിലുള്ള എല്ലാം പിടിച്ചു പറിച്ച് മേടിക്കുന്ന ഒരു സംഘമൊക്കെ പണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഓരോരുത്തർ പറഞ്ഞു കേട്ടുള്ള അറിവേ നമുക്കുള്ളൂ കേട്ടോ. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയത്. ഇവിടെ നല്ല ചൂടാണേ, നാട്ടിൻപുറം കാലാവസ്ഥ പോലെയായി മറയൂരൊക്കെ. ഇതൊന്ന് കുറച്ച് വളവുകൾ കയറി വേണം നമ്മൾ പോകാനായിട്ട്. ഇതൊരു പാറയാണ്, ആനക്കോട്ടപ്പാറ എന്ന് പറയും. ഇതിൻ്റെ മുകളിലൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കെന്ന് പറഞ്ഞാൽ മുനിയറ പാർക്കൊക്കെയാണ് അതിൻ്റെ മണ്ടയിലുള്ളത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയത് കാഴ്ചകൾ കാണാം. ഇപ്പോൾ നല്ല വെയിലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് ആ താഴോട്ടുള്ള കാഴ്ച കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാവുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആ ടൗണിൻ്റെയും ഒക്കെ തെങ്ങ്, കരിമ്പ്, കാപ്പി, മുളക് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷികൾ. ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ട് ഇവിടെ ഏലം അങ്ങനെ വലിയ രീതിയിൽ കൃഷിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റൊക്കെ കടന്നു വേണം നമ്മൾ പോകാനായിട്ടേ കാന്തല്ലൂരേക്ക്. കാന്തല്ലൂർ പോയിട്ട് വരുന്ന ബസ്സുണ്ട്, എറണാകുളം വണ്ടിയാണേ. നമ്മളിതാ വരുന്ന വഴിക്ക് ഒരു മഡ് ഹൗസ് പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. മഡ് ഹൗസിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കവാടവും ഗേറ്റും ഒക്കെ അവർ പണിയുന്നത് മണ്ണുകൊണ്ട് തന്നെ നിർമ്മിച്ച് ഉള്ളൊരു വീടാണത്. അതിനൊക്കെ ഇവിടെ നല്ല പ്രചാരം കേട്ടോ. പഴയ കാല രീതിയിലൊക്കെ താമസിക്കാൻ ആൾക്കാർ വരും. എൻ്റെ പേര് സുനിൽ. ഈ മഡ് ഹൗസിൻ്റെ ഒക്കെ എങ്ങനെയാണ്? മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ നല്ല സുഖമാണ്, നല്ല കൂളിംഗ് ആണ്. അതുകൊണ്ട് ഗസ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതിപ്പോ പണി തീർന്നാണോ? പണി തീരാറായതാ അല്ലേ? ഈ മഡ് ഹൗസ് ഒക്കെ എന്നാ റേറ്റ് ഒക്കെ വരുന്നുണ്ട്? മഡ് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എത്ര പേർക്ക് താമസിക്കാം? എത്ര പേർക്ക് താമസിക്കാം? ഇപ്പോൾ ഇതിനകത്ത് 8 പേർക്കുള്ള താമസിക്കാം. 8 പേർക്ക് താമസിക്കാം അല്ലേ? ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. റേറ്റ് എന്നാ വരുന്നതെന്ന് പറഞ്ഞാൽ? റേറ്റ് 8 പേരാകുമ്പോഴത്തേക്കും 3000 ചില്ലാൻ രൂപ വരും. 3000 ചില്ലാൻ രൂപ വരും അല്ലേ? ചേട്ടൻ ഇവിടെ തന്നെയുള്ള ഇതിൻ്റെ ഓണറാ? ഇവിടെ തന്നെയുള്ള. ശരി എന്നാൽ ഓക്കെ. നമ്മളിപ്പോൾ ഒരു ശർക്കര ഫാക്ടറി എടുത്ത വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് ഒത്തിരി ഉണ്ട്. ഈ കരിമ്പാട്ടിയ ചണ്ടി കിടക്കുന്നുണ്ടോ, ഇത് തന്നെയാണ് ഇതിന് തീയായിട്ട് കത്തിക്കുന്നതും ആ കരിമ്പിൻ ജ്യൂസ് വറ്റിച്ചെടുക്കാൻ വേണ്ടി. കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പിൻ ജ്യൂസ് 20 രൂപ, ശർക്കര 80 രൂപ. അക്ഷയ ശർക്കര യൂണിറ്റ്. ശർക്കര നിർമ്മാണം.
ഇവിടെയും ഒരു സർക്കാർ യൂണിറ്റ് ഉണ്ടേ. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ പാനി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചുക്ക് ശർക്കര 1 കിലോ വാങ്ങിച്ചു കേട്ടോ. ഒഴിക്കട്ടെ. ഇവിടെ കരിമ്പിൻ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആവശ്യപ്പെട്ട അവരത് തരുന്നതായിരിക്കും. അപ്പുറത്ത് കരിമ്പ് ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇവിടെ കരിമ്പാട്ടം നമുക്ക് കാണാവേ. ആ മോട്ടറിൽ നിന്നൊരു ബെൽറ്റ് ഇട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണിത് പ്രവർത്തിക്കുന്നത്. ഈ കരിമ്പാട്ടിയ നീര് നമ്മൾ അപ്പുറത്ത് കണ്ട ആ പാത്രത്തിൽ പോയി വീഴും. അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് ആ തറയിലേക്ക് എടുക്കും. പിന്നെ കട്ട പിടിപ്പിച്ച് ശർക്കരയായിട്ട് എടുക്കും. അപ്പുറത്ത് കരിമ്പിൻ ജ്യൂസിൻ്റെയും പണി നടക്കുന്നുണ്ടേ. കാന്തല്ലൂരേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇതുകൊണ്ടോ, ഇതുപോലെ ഇഷ്ടംപോലെ മഡ് ഹൗസുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്നാറൊക്കെ വഴി കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ എത്തുമ്പോൾ ഏകദേശം വൈകുന്നേരമാവും. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ദിവസം നിന്നിട്ട് പോകേണ്ടി വരും. ഈ റിസോർട്ട് ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ താഴോട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. JK നാച്ചുറൽ എന്ന് പറഞ്ഞ റിസോർട്ടാണല്ലേ. ഇവിടെ പണികളൊക്കെ നടക്കുന്നുമുണ്ട്. ഇവിടെയൊക്കെ പുതിയ ഹോം സ്റ്റേകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ വഴിനീളം ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. ഇത് ഇവിടെ നമുക്കൊരു മഡ് ഹൗസൊക്കെ കാണാമേ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മഡ് ഹൗസാണ്. അതിൽ 3-4 റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വിളയുന്ന വിളകൾ വിൽക്കുന്ന ഒരു കട. പാഷൻ ഫ്രൂട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് പച്ചക്ക് തിന്നാലും നല്ല മധുരമാണ്. പിന്നെ നെൽക്കടല, പയറ്, വെളുത്തുള്ളി ഒക്കെ ഇതാ കിടക്കുന്നു. ഇതുണ്ടോ, വെളുത്തുള്ളി ഉണ്ടോ? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ മോളത്തെ മഡ് ഹൗസിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടേ. നമ്മൾ മനസ്സിലാക്കിയിട്ട് വിളിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലും അവർ റൂം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ. ഇപ്പം നമ്മൾ കീഴാന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് വഴിക്കെങ്ങും കാണാനില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട്. താഴോട്ടാണ് ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ കണ്ടോ വെള്ളത്തിനൊരു ക്ഷാമമില്ല. ഈ വെള്ളം താഴോട്ട് പോയിട്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതാണേ. നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ച് കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ തോന്നും. ഇവിടുത്തെ ഈ ഒരു വീടൊക്കെ കണ്ടോ, കളർഫുള്ളായിട്ട് നോക്കി. മുറ്റത്തൊരു തെങ്ങും. അതുപോലെ കളർഫുള്ളായിട്ടുള്ള വീടുകൾ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ കുറേ. മോളിൽ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണേ. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഈ വീടിൻ്റെ പുറവശത്ത് കുറച്ച് പയർ കൃഷിയൊക്കെ നമുക്ക് കാണാവേ. ഇവിടെ നമുക്ക് ആപ്പിൾ കാണത്തില്ല. ഒരു ആപ്പിൾ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഇതൊരു പൂ ഇട്ടിട്ടുണ്ട്. ഇനി അത് കായായിട്ട് വരണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആപ്പിൾ കാണാനായിട്ട് അധികം വരാണ്ടിരിക്കാമല്ലോ. ഈ പറയുന്ന പോലൊരു ആപ്പിളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഓരോ ഫാമിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പരസ്യമുണ്ട്. പക്ഷേ അത് 1-2 കാണുള്ളൂ. അതായത് ഇപ്പുറത്തെ ഒരു പ്ലംസിൻ്റെ മരം ഇങ്ങനെ പൂട്ടാവും നിൽക്കുന്നുണ്ടേ. ഇവിടെ വീടിൻ്റെ മുറ്റത്തെല്ലാം പച്ചക്കറി ആയതുകൊണ്ടോ പയറിട്ടേക്കുന്നുണ്ടോ. ബിൻസോറൊക്കെ ആയിരിക്കും. അവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ കയറി കിടക്കുന്നുണ്ടോ. അങ്ങോട്ടെല്ലാം കൃഷിയിടങ്ങളാണ്. നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടും കണ്ട ഇറങ്ങാനൊരു വഴിയുണ്ട്. അവരോട് ചോദിച്ചിട്ട് അവിടെ ചെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒന്നിൻ്റെ വിളവെടുപ്പ് സമയമല്ല ഇവിടെ. ഓഫ് റോഡിൽ പോകുന്നുണ്ടോ. വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് വരുന്നോ. ഇതാ വീണ്ടും ഓഫ് റോഡ്. ഇതുണ്ടോ മാതളം നിൽക്കുന്നുണ്ടോ. മാതളം പൂവിട്ടിട്ടുണ്ടേ. ഇനിയിപ്പോൾ അധികം താമസിക്കാതെ അത് കായ്ക്കുമായിരിക്കും. ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് അതിൻ്റെ അങ്ങേ സൈഡിലും ഉണ്ട്. ഓ ഇവിടെ എന്ത് ഭംഗിയുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല. ഇത് നോക്കിയാൽ കൃഷിയിടം നോക്കിയാൽ മുഴുവൻ ഇത് പയറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബീൻസും വള്ളിപ്പയറൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കൃഷിയുടെ രീതിയും തോന്നുന്നു. അല്ലെങ്കിൽ കാബേജൊക്കെ കാണാവുന്നതാണ്. ഇവിടെ എന്തൊക്കെ വിതച്ചിട്ടുണ്ട്. ഇനി പയറിനൊക്കെ കുത്താനുള്ള കമ്പ് കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പുറത്തേക്കെല്ലാം പയറാണ് കേട്ടോ. എന്ത് കമ്പാ കുത്തിയൊക്കെ നോക്കി. അപ്പുറത്താണ് ഓഫ് റോഡ് ജീപ്പുകളല്ല അവിടം വരെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോവില്ലെന്ന് തോന്നുന്നു. വളരെ മനോഹരമായൊരു വില്ലേജ്.
ഇതിൻ്റെ താഴെ ഒരു കൊച്ചു വീടുണ്ടേ. അവിടെയും പ്ലംസ് മരം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇവർ താഴെ നിന്ന് എന്തോ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരിക. ഇതെന്നാ പറിച്ചോണ്ട് വന്നേ? മഞ്ഞളാണോ? ആ ഇപ്പോൾ മഞ്ഞൾ പറിക്കുന്ന സമയമല്ലേ? മഞ്ഞൾ പറിച്ചോണ്ട് പോവുക. താഴെയാണോ? താഴെ നിന്നാണോ പറിച്ചോണ്ട് വരുന്നത്? അപ്പോൾ അവർ മഞ്ഞളൊക്കെ പറിച്ച് കയറി വീട്ടിലോട്ട് പോവാം കേട്ടോ. ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ പോകുന്നത്. ഇവിടെ വഴി സൈഡിൽ മുകളിലൊരു അമ്പലം ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ കളറാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ. ഈ തമിഴ്നാട്ടുകാരുടെ അമ്പലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു വെള്ളച്ചാട്ടം കണ്ടാലോ? നമ്മുടെ നാട്ടിൽ വെള്ളമില്ലെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ ഈ മലയുടെ മുകളിൽ. ഇതുണ്ട്, ഇവിടെയും വളരെ മനോഹരമായ കോട്ടേജുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. നെസ്റ്റ് കോട്ടേജ്. കാന്തല്ലൂരേക്ക് ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ. വരുന്ന വഴി ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴോട്ട് കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. കുറേ പച്ചക്കറിപ്പാടങ്ങളൊക്കെയാണ്. ഇത് സ്ട്രോബെറിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് വലയിട്ട് വെച്ചിരിക്കുക, മറ്റുള്ള പക്ഷികളുടെയൊക്കെ ശല്യം ഉണ്ടാവാതിരിക്കാൻ. ചെറിയ രീതിയിൽ അതിൻ്റെ അകത്ത് കായൊക്കെ ഉണ്ട് കേട്ടോ, സ്ട്രോബെറി തോട്ടം. അതിൻ്റെ താഴോട്ടും കുറേ കൃഷിയിടങ്ങളൊക്കെ കാണാം. പിന്നെ അങ്ങ് അക്കരെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. യൂക്കാലിപ്സ് മരങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെയൊക്കെ തെളിഞ്ഞിട്ടുണ്ടേ. അവിടെ അതാ കുറച്ച് കോട്ടേജുകളൊക്കെ കാണാം. നമുക്കിവിടുത്തെ ഇവരുടെ കടയിൽ എന്നാ ഉള്ളത് നോക്കാം അല്ലേ. ഈ കടയിൽ സ്ട്രോബെറി പഴമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് സ്ട്രോബെറി. അതുപോലെ മഞ്ഞൾ, പച്ചമഞ്ഞൾ, ഇഞ്ചി. ഇഞ്ചിക്ക് പിന്നെ പച്ച ഇഞ്ചി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഉണങ്ങി കഴിയുമ്പോൾ ചുക്കാവും. ഇഞ്ചിയൊക്കെ എന്നാ വിലയാണ് മഞ്ഞളൊക്കെ? 30 രൂപ. ഇഞ്ചിയോ? ഇത് സ്ട്രോബെറിയോ? കിലോ 500 രൂപ. ഇപ്പോൾ വില കൂടിയോ അതിന്? കുറവല്ലായിരുന്നോ? ഇപ്പോൾ കായ് കിട്ടാനില്ല അധികം അല്ലേ, കുറച്ചേ ഉള്ളല്ലേ. 600 രൂപ ആണല്ലേ. തിരിച്ചു വന്ന് നോക്കാം. സ്ട്രോബെറി പഴം കിടക്കാം. ഇത് ഒരു കെട്ട് 150 രൂപ കേട്ടോ. ഇപ്പോൾ ഇത് വിളവൊക്കെ കുറവായതുകൊണ്ടാണ് ഇതിന് വില ഇങ്ങനെ ഇച്ചിരി കൂടി നിൽക്കുന്നത്. 600 ആയിരുന്നു ഇവർ പറഞ്ഞത്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നോക്കാം. ഓഫ് റോഡ് ജീപ്പുകൾ കിടക്കുന്നുണ്ടോ. കാന്തല്ലൂർ ടൗണിലെ കാഴ്ചയാണേ. എല്ലാം ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുന്ന ജീപ്പുകളാണ്. കാന്തല്ലൂർ ടൗണ്. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാണാൻ പറ്റുന്ന അത്രയും കാഴ്ച നമുക്ക് കണ്ടിട്ട് പോകാം കേട്ടോ. ഇവിടെ 4 മണിക്കെങ്കിലും റിട്ടേൺ തിരിച്ചാലേ 9 മണിക്ക് വീട്ടിൽ ചെല്ലുള്ളൂ. കാന്തല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്നുണ്ട് ഒരു പഴയ ഫാമായിരുന്നു കേട്ടോ. ഇതിനകത്ത് കുറേ ആപ്പിളിൻ്റെയൊക്കെ തൈകളൊക്കെ മരങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ആപ്പിളൊന്നും ഇവിടെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല. ഇടയ്ക്കുമ്പോട്ടിനൊക്കെ ഉണ്ടാവും. ഒരു വിൽപ്പനയ്ക്കുള്ള ഐറ്റംസ് ആയിട്ടൊന്നും ഉണ്ടാവത്തില്ല. പ്ലംസ്, സീതപ്പഴം, സ്ട്രോബെറി, ക്യാബേജ്, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ കാന്തല്ലൂർ വലിയ കൃഷി ഇല്ലാത്തൊരു സമയം കേട്ടോ. സ്ട്രോബെറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വലിയ കൃഷിയായിട്ട് കാണുന്നത്. ഇതെല്ലാം സ്ട്രോബെറി ഇട്ടേക്കുന്നുണ്ടോ. ഇവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് ഇവിടെ വിളവെടുപ്പ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ഗ്രാമം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇവിടെ ഒരു റിസോർട്ടിലേക്കുള്ള കവാടമാണ് കേട്ടോ. അതിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതിനോട് ചേർന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഈ വില്ലേജ് കാഴ്ചകളൊക്കെ കണ്ടോ. പഴയ വീടും പുതിയ വീട്, അതിന് നടുക്കൂടി റോഡ്. ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിവിടുത്തെ വീടുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടോ നോക്കാം. ഇത് കുങ്കുമപ്പൂവിൻ്റെ ആണല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് വഴി കാണിക്കുന്നുണ്ടല്ലേ. എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞായിരുന്നു വേനൽക്കാലത്ത് അത് നിൽക്കുകയില്ല, ഉണങ്ങിപ്പോകുന്നു. പൂ കാണുമല്ലോ എന്ന് സംശയമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടവഴി ഒന്ന് പോയി നോക്കാം.
ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടോ പാഷൻ ഫ്രൂട്ട്, പയർ, പിന്നെ അവിടെ സ്ട്രോബെറി ഉണ്ട്. ഇവിടെ നമ്മൾ കുങ്കുമപ്പൂ കാണാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഇവിടെ താഴെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വേനൽക്കാലത്ത് അല്ല ഉണങ്ങിപ്പോവേ പോടാ. അത് കാരണമാണ് അവിടെ നിന്നൊരു പട്ടി കുറയ്ക്കുന്നുണ്ട്, അഴിച്ചു വിട്ടിരിക്കുകയാണോ തരത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ കുങ്കുമപ്പൂ ഇപ്പോൾ ഇല്ല കേട്ടോ. അത് ചെടിയെല്ലാം ഉണങ്ങിപ്പോയി. അത് വേനൽക്കാലത്ത് നിൽക്കുകയല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴേലും വന്ന് പൂവുള്ള സമയത്ത് കാണാം. കുങ്കുമപ്പൂ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. മഴയുള്ള ടൈമിൽ എപ്പോഴേലും വരാം. ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ വീടൊക്കെ പൊളിച്ചു പണിയാണ് അവർ കേട്ടോ. ഇത് പഴയതാണെന്ന് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. പഴയ ചുടുകട്ടയും പിന്നെ എന്താ ഈ യൂക്കാലിപ്സ് മരത്തിൻ്റെ കമ്പൊക്കെ വെച്ച് അകത്തെ മണ്ണ് തേച്ച് പിടിപ്പിച്ച വീടുകളൊക്കെയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ പണികൾ തീർന്നിട്ടില്ലായോ അതോ ഈ ഷേപ്പാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുക. ഇവിടുത്തെ വീടുകൾക്കൊക്കെ എന്തൊരു ഭംഗിയല്ലേ ഈ സ്ഥലത്തിന്. അതിനേക്കാട്ടിലും ഇടയ്ക്ക് ഇതുണ്ട് ഈ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു തരം മഞ്ഞ പൂവൊക്കെ ഉണ്ടായിരിക്കും നോക്കി. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സ്ട്രോബെറിയൊക്കെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിരിക്കുന്നൊരു കട ഉണ്ടേ. അതുണ്ടോ, ഇവിടുത്തെ വിളവെടുപ്പാണ് ഇതെല്ലാം. കൂർക്ക, തക്കാളി, ഓറഞ്ച്, കടല, പാഷൻ ഫ്രൂട്ട്. എൻ്റെ പേരെന്നാ? വിജയൻ. ആ ഉണ്ടൊരു കട കേട്ടോ. ഇതുണ്ട്, കൂർക്കൊക്കെ കിടക്കുന്നുണ്ടോ. ചേമ്പ്, പാഷൻ ഫ്രൂട്ട്, ക്യാരറ്റ്, കടല. ഇത് ഈ അക്കാട കടയാണ് കേട്ടോ. നെല്ലിക്ക ഉണ്ടല്ലേ. സ്ട്രോബെറി പഴം ഇരിക്കുന്നു. ഇളന്നപ്പഴം എന്നാ അവിടെ പാക്കറ്റ് 100 രൂപ അല്ലേ. ആ വൈറ്റ് സപ്പോർട്ട അല്ലേ. അപ്പം നമുക്കിവിടെ വന്നാൽ ഒത്തിരി ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോകാം കേട്ടോ. ഈ കടകളിലെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് കൂടുതലും. പിന്നെ ബീൻസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടേ. നമുക്കൊരു കട കാണാം കേട്ടോ. ഇതും ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ തന്നെയാണ് കൂടുതലും. ഈ പറഞ്ഞ പോലെ ക്യാരറ്റ്, കടല, ഇഞ്ചി, മഞ്ഞൾ, ഓറഞ്ച്, പ്ലംസ്, മരത്തക്കാളി, ഒറിജിനൽ തക്കാളി, ഒരുമാതിരി എല്ലാ പഴങ്ങളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇവർ തന്നെ ഇതിൻ്റെ കൃഷിക്കാരും വിൽപ്പനക്കാരും എല്ലാം ഇവർ തന്നെയാണ്. സ്ട്രോബെറി പഴം പക്ഷേ 500 രൂപ 600 രൂപ വിലയാണ്. ഇച്ചിരി വില കുറവുണ്ടായിരുന്നു നമ്മൾ ശകലം ഒന്ന് മേടിക്കായിരുന്നു. അപ്പം നമുക്കിവിടെ മറ്റൊരു ഫ്രൂട്ട്സ് കടയും കൂടെ കണ്ടു കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് മാത്രമല്ല കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇതായിരിക്കുന്നു. പിന്നെ ഇതാ മരത്തക്കാളി, ഓറഞ്ച്, മുന്തിരി, ആപ്പിള്, വീണ്ടും ഓറഞ്ച്, ശർക്കരയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കൂർക്കയുണ്ട്. ഇതാണ് കടക്കാരി അല്ലേ? ഏണ്ടോ കച്ചവടമൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറവല്ലേ? ആള് കുറവല്ലേ? ലീവ് സമയത്ത്. ഇനി മാർച്ചിൽ ലീവ് അപ്പോഴത്തേക്കാവും അല്ലേ? ഇപ്പൊ എങ്ങനെയാ ആപ്പിളൊക്കെ എങ്ങനെയാ വില? 180 അല്ലേ? ആപ്പിൾ ഇവിടുത്തെ ആണോ? കാശ്മീർ ആപ്പിളാ അല്ലേ? ആപ്പിൾ സീസൺ അല്ല. അത് ശരിയാ. വെളുത്തുള്ളി ഓക്കെ. കൂർക്ക അതൊക്കെ ഇവിടുത്തെ തന്നെ അല്ലേ? കടലയോ? ഇവിടെ തന്നെ അല്ലേ? എന്നാൽ ശരി. ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ വഴി സൈഡിലൊക്കെ നമ്മൾ കാണുന്ന ഈ കോട്ടേജുകളൊക്കെ നമ്മളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് താമസിക്കാനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഒരു ചായ
ചായയൊക്കെ കുടിച്ചിട്ട് പോകും. ഇനിയിപ്പോൾ ഈ ഭ്രമരം വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് നല്ല തിരിച്ചു പോകാം. ഇന്ത്യയിലെ ബെസ്റ്റ് വില്ലേജിനുള്ള അവാർഡ് മേടിച്ചത് ഈ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് ഇവിടെ നല്ല വൃത്തിയും മെനയായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ അധികം പ്ലാസ്റ്റിക്കോ ചപ്പുചോറോ ഒന്നും നമ്മളിപ്പോൾ വന്ന വഴിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ ഭ്രമരം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ. ഭ്രമരം സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കോട്ടേജസൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല പൂക്കളൊക്കെ ആയിട്ട്. അവിടെ എന്തോ ഒരു കൃഷി ഇട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താ. ഇതിലേ മുകളിലേക്കൊരു വഴിയുണ്ട്. ഇത് സ്ട്രോബെറി തന്നെയാണോ? Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us. അപ്പം ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ഈ വഴിക്കാണ് കേട്ടോ. സ്കൂട്ടറും കൊണ്ട് പോകുന്ന ഒരു ചടങ്ങ് പിടിച്ച കേസാണ്. താഴേക്ക് റോഡ് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ടാവും. ഈ ഓഫ് റോഡ് ജീപ്പെല്ലാം ഇങ്ങനെ ഓടി 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 ഇവിടുന്ന് താഴോട്ടുള്ള റോഡ് കണ്ടോ, ഇത് മുഴുവൻ പൊടിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ സ്കൂട്ടറും കൊണ്ട് വന്നാൽ ഇവിടെ നിരങ്ങി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഭ്രമരം വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി താഴോട്ടിറങ്ങി പോകണം കേട്ടോ. ഞാനിത് വന്ന വഴി ഒരു തൊപ്പി മേടിച്ചു കേട്ടോ, മറയൂരുന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാവും. നമ്മൾ സാധാരണ വേറെ രീതിയിലുള്ള തൊപ്പിയാണ് മേടിക്കുന്നത്. ഇത് വേറൊരു വട്ട തൊപ്പിയാക്കി. ഇരിക്കട്ടെ, ഒരു വെറൈറ്റി ആയിട്ട് അങ്ങ് ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആ മുകളിലുള്ള കുറച്ച് ഭാഗമാണ് പ്രശ്നം കേട്ടോ. അതിൻ്റെ താഴോട്ടുന്ന റോഡ് നല്ല റോഡാണേ. ഏതായാലും ഇവിടം വരെ ഇറങ്ങിയൊന്നുമില്ലേ, ഇനി ബാക്കിയും കൂടെ നമുക്ക് നടന്നു തന്നെ പോവാം. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടപ്പ് കയറിക്കും. അത് നല്ല കയറ്റമാണ് ഇത്. റോഡതാ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇതെന്താ മഡ് ഹൗസ് പോലെയൊക്കെ കടകളോ എന്തൊക്കെയോ സംവിധാനങ്ങൾ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. പുല്ലും ഇത് തെരുവപ്പുല്ലാണ് കേട്ടോ. പുല്ലും അതുപോലെ യൂക്കാലിയുടെ മരങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണേ. കാണാൻ ഒരു ഭംഗിയുണ്ട് നോക്കി. വെറൈറ്റി അല്ലേ. സാധാരണ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന കടകൾക്ക് പകരമായിട്ട് ഇതും കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഓഫ് റോഡ് ജീപ്പൊക്കെ ഇട്ട് വട്ടം കറക്കി തിരിക്കുന്ന സ്ഥലം കേട്ടോ. ജീപ്പ് പോകണ പോക്കണോ. ഇവിടെ കംപ്ലീറ്റ് ഫെൻസിങ് കേട്ടോ. ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യം നന്നായിട്ട് ഇവിടെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. അല്ല ഇതുപോലെ ഫെൻസിങ് ഇട്ട് നോക്കുമോ. ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രമരം വ്യൂ പോയിൻറ്റ് മോഹൻലാലിൻ്റെ ആ ഭ്രമരം എന്നുള്ള സിനിമ എടുത്തേ പിന്നെയാണ് ഇവിടെ പ്രശസ്തിയായത്. അതാ ഏർമാടമൊക്കെ അവിടെ കാണാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുത്തനതാ ഇവിടെ വന്ന് നോക്കിയത് ഈ വഴി തടഞ്ഞ് കേട്ടോ. പോലീസുകാർ വളർത്തുവാത്ത പട്ടിയാണോ? ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ടിക്കറ്റ് ഉണ്ടായിരിക്കും അല്ലേ? 20 രൂപ ഉണ്ടല്ലേ. എന്നാൽ നമുക്കൊരു 20 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറി പോവാം. ഇത് കൊള്ളാലോ. കയറി വന്നപ്പോൾ നല്ലൊരു കട. ഇത് നിങ്ങളുടെ ഓഫീസായിരിക്കും അല്ലേ? ടിക്കറ്റ് കൗണ്ടറോ അല്ലേ? പട്ടി ഇവിടെ ഒന്നൊന്നുമല്ല ഉള്ളു കേട്ടോ. എത്ര എണ്ണം നോക്കി. ഒരു കടയുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കയറിയാൽ എങ്ങനെയാണ്, ഇവിടെ കോപ്പറേറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. പാട്ടിട്ടേക്കുവാ. അതായത് നമ്മൾ പറഞ്ഞപ്പോൾ അവർ ആ പാട്ട് നിർത്തി കേട്ടോ. നല്ല ഭംഗിയുള്ള പുല്ലിട്ടൊരു കട. ഇവിടെ എന്നാ കണ്ടാ ചായ കാപ്പി എല്ലാം ഉണ്ടല്ലേ. ചെറുകടികൾ മുട്ട ഒഴുങ്ങിയുണ്ട്, പരിപ്പോടെയുണ്ട്. ഈ സമാറ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നല്ലോ. വിറകിൽ കത്തിക്കുന്നല്ലേ? ചെറിയൊരു വിറക് വെച്ചിട്ടുള്ളൂ. കൊള്ളാം, അത് നല്ല ബെറ്ററാ. കമ്പും പുല്ലും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച്. പിന്നെ പച്ചക്കട്ടയാണോ? മണ്ണ് തേച്ച് പിടിപ്പിച്ചാണോ? മണ്ണും കമ്പും അല്ലേ? നല്ല
ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ കടകളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് മാറി ഇനി എന്ത് കാഴ്ചയുണ്ടോ നോക്കാം. അതുപോലൊരു കട ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പുറത്തുള്ള പോലെ തന്നെയുള്ളൊരു കട. ഇത് ഇച്ചിരി ഭംഗിയുണ്ടെന്നു. പുൽത്തേലം വാറ്റുന്ന വീപ്പ വെച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലേ, അപ്പുറത്തുണ്ടല്ലേ. പുൽത്തേലം ഉണ്ടാക്കാൻ താഴെയോ? ആ ആയിക്കോട്ടെ. നല്ല ഭംഗിയുള്ള കട കേട്ടോ. കമ്പും കോലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. പിന്നെ ഷീറ്റും ഉണ്ട്. ആ എന്നാ പറയുന്നത്? ആ എടുത്തോ. എന്നാ പറയുന്നു? എന്നാ പറയണ? ഞങ്ങള് പറഞ്ഞാ ഞങ്ങള് അതൊക്കെ പറഞ്ഞു കാണിക്കാം. എന്നാ പറയണ? മോഹൻലാലൊക്കെ വന്നപ്പോ എന്നാ പറഞ്ഞു? മോഹൻലാല് വന്നപ്പോ അത് ഇല്ലായിരുന്നല്ലേ? അതാ നമ്മള് ചോദിക്കുള്ളൂ. ഇപ്പോഴാണ് പണിക്ക് വന്നത്. ഇപ്പോഴാണ് പണിക്ക് വന്നത് അല്ലേ? മോഹൻലാൽ വന്നപ്പോ ആ പുള്ളിയാണ്. മോഹൻലാൽ വന്നപ്പോ ആ പുള്ളി അവിടെ ആയിരുന്നു അല്ലേ? പുള്ളിന്റെ അളിയൻ ആണല്ലേ അല്ലേ? അത് കുഴപ്പമില്ല, നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ എന്താ പറയുന്നു? ഇത്ര നേരം മടി കയറിയിരിക്കുന്ന കേട്ടായിരുന്നല്ലോ. എന്റെ കൂട്ടത്തിൽ അങ്ങനെ ആണല്ലേ? അണ്ണന്റെ പേരെന്നാ? ശക്തിവൽ. ഇവിടെ തന്നെ കാന്തല്ലൂരല്ലേ? ഓക്കെ. ഞാൻ കട്ടപ്പന. ആ ഞാൻ കണ്ടില്ലായിരുന്നു ഇത്. ഇയാളെ കണ്ടില്ലായിരുന്നു. ഏറുമാടം ഒന്ന് ഇത് കേട്ടോ. ഇത് വലിയ ഏറുമാടം. അപ്പുറത്തൊരു ചെറിയ ഏറുമാടം കൂടെ ഉണ്ട്. ആ ആൾക്കാർ നടന്നു പോകുന്നതിൻ്റെ അവിടെ ആയിട്ട് ഒരു ഏറുമാടം കൂടെ ഉണ്ട്. അതിലാണ് ആൾക്കാർ കൂടുതൽ കയറുന്നത്. ഇതാണ് ചെറിയ ഏറുമാടം കേട്ടോ. ഇവരൊക്കെ കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ കയറുന്നില്ല. തിരുനെൽവേലിയിൽ നിന്ന് വന്നതാണ് കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന്. ഇവിടെ വന്ന് ഏറുമാടത്തൊക്കെ കയറിപ്പോന്ന് പോയി. പക്ഷെ ഞാൻ കയറുന്നില്ല. അപ്പോൾ നമ്മളെ ചെറിയ ഏറുമാടം അതിൻ്റെ ചോട്ടിൽ പോയി അവർ കയറുന്നതൊക്കെ കണ്ടേച്ച് പോന്നേ. നമ്മൾ തൽക്കാലം കയറുന്നില്ലെന്ന് വെച്ചു. നമുക്ക് അപ്പുറത്ത് പോയി ഭ്രമരം വ്യൂ പോയിൻ്റ് അങ്ങ് ആ സൈഡിലുണ്ടേ, അതൊന്ന് കണ്ടിട്ട് വരാവേ. ഇതിൽ 7 പേര് മാത്രമേ കയറാവുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടേ. പക്ഷെ നമ്മൾ ഒന്നേലും കയറുന്നില്ല. ലെമൺ ഗ്രാസ് ആണിത് കേട്ടോ, അഥവാ പുൽത്തൈലം. അതിൻ്റെ പുല്ല് അതാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇത് ചെത്തിയാണ് ഇവർ വാറ്റി പുൽത്തൈലം എടുക്കുന്നത്. ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസിൻ്റെ ഓയിലൊക്കെ അപ്പുറത്തുണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണാവേ. ഇപ്പോൾ നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൽ പോയിട്ട് വരാം. വ്യൂ പോയിൻറ്റിൽ പോകുന്ന വഴിക്ക് ഈ വഴി ഈ കമ്പൊക്കെ വെച്ച് കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടേ. ഇവിടെ ഒരു ഹട്ടൊക്കെ കണ്ടോ. To the city streets, we began to feel the fire. ഇവിടെയും ഒരു കടയോ ഹട്ടോ എന്തൊക്കെയാണിത്. ഒരു ഈ യൂക്കാലിയുടെ കമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടൊരു ബെഞ്ചൊക്കെ കണ്ടോ. ഇവിടെയുള്ളവർക്ക് നല്ല കലാവിരുദ്ധമുള്ള ആൾക്കാരാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. മൊത്തത്തിലൊരു മഴക്കാറിൻ്റെ മൂടലൊക്കെ ഉള്ളതുകൊണ്ട് പ്രകാശം ഇച്ചിരി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാഴ്ചകൾ ദൂരോട്ടുള്ള കാഴ്ചകൾ ഒരു മങ്ങലായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പോയിന്ന് കുറച്ച് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട്, പക്ഷേ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു മൂടി ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മോഹൻലാലിൻ്റെ ഭ്രമരം പടത്തിൻ്റെ ആ ക്ലൈമാക്സ് സീനൊക്കെ ഇവിടെയാണ് എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നുള്ള പേരൊക്കെ വന്നത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയത്. ഇപ്പം ഇവിടെ ഒരു നല്ല ഡെവലപ്പായൊരു സ്ഥലമായി മാറി. നമ്മുടെ അവിടുത്തെ ലൂസിഫർ ചർച്ച് എന്നൊക്കെ പറയല്ലേ, ലോണ്ട്രിയിലെ പള്ളി, ആ പള്ളിയൊക്കെ കാണാൻ ഒരു ദിവസം എന്തേരം ആൾക്കാർ വരുന്നതറിയോ. അത് മോഹൻലാലിനെ വെച്ച് ലൂസിഫർ എന്നുള്ള സിനിമ അവിടെ എടുത്തുകൊണ്ടാണ്. ആ പള്ളി പൊളിഞ്ഞ് നാശമായി കിടന്നൊരു പള്ളിയായിരുന്നു. ആൻ്റണി വരുമ്പോൾ എടുത്ത് പണിത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പം.
നടപ്പ് കുറച്ച് നടക്കാറുണ്ട് കേട്ടോ. താഴെ കണ്ടോ പാറ, അതിൻ്റെ താഴെ ഒരു വിളുമ്പാണേ, പിന്നെ അങ്ങോട്ട് വലിയ കൊക്കയാണ്. അവിടെയൊക്കെ ഭയങ്കര മൂടലാണ് കേട്ടോ, ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. താഴത്തെ കൃഷിയിടങ്ങളൊക്കെ കുറേ കാണാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ആ മറയൂരിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാ അങ്ങ് ദൂരമായിട്ട് കാണുന്നു. ഇതിൻ്റെ താഴ്ഭാഗം ഭയങ്കര കുഴിയാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടുന്ന് അങ്ങ് താഴോട്ട് ഭയങ്കര കുഴിയാണേ. ഇവിടെ വെച്ചായിരുന്നു ആ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ആയിട്ടുള്ള ഭാഗങ്ങളെടുത്തത്. അവിടെ ജീപ്പിലൊക്കെ വീണ്ടും ആൾക്കാർ വന്നു കേട്ടോ. അത് കുറേ ആൾക്കാരും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇത് നിൽപ്പുണ്ട്, നെല്ലിയൊക്കെ, നെല്ലി, പേര. ഇവിടെയാണ് അവർ പുൽത്തൈലം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം, ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. നല്ലൊരു പൂന്തോട്ടമൊക്കെ അതിൻ്റെ ചുറ്റോടി കിട്ടും കേട്ടോ. പുല്ലുകൊണ്ട് തന്നെയുള്ളൊരു വര. ആപ്പിളും ഉണ്ടല്ലേ. ഇവിടെ ചെറിയൊരു പൂന്തോട്ടമുണ്ട്. അതാ ചോളമൊക്കെ നിൽക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ ഇതാ ആപ്പിളും നിൽപ്പുണ്ട് കേട്ടോ. അത്ര കായില്ല, പൂട്ട് നിൽക്കുകയാണ്. അതന്നെ ഇട്ടേക്കുന്നേ, ബീൻസ് വേറെ ഇട്ടേക്കുന്നു അല്ലേ. ആ, പിന്നെ ചോളം അല്ലേ. ആ, നമുക്ക് പുൽത്തേയില ഉണ്ടാക്കുന്ന പെരയിലൊന്ന് കയറി നോക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ആ, ഇവിടെ ഉണ്ടല്ലോ സ്ട്രോബെറി, ഇഞ്ചി, പാഷൻ ഫ്രൂട്ട്, നെല്ലിക്ക, പുൽത്തൈലം ഉണ്ടല്ലേ. പുൽത്തൈലം എന്നാലേ അത് ചെറിയ ബോട്ടിൽ. ഇത് സാമ്പിൾ വെച്ചിരിക്കാണ്. തേനുണ്ടല്ലേ. ഇതാണ് ഇവിടെ ഒറിജിനൽ തൈലം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാവില്ലേ 150. ആ, തേനല്ലേ. ഇത് യൂക്കാലി. ആ, യുക്കാലി തൈലം ഉണ്ട്. അതിനാവില്ല യുക്കാലി 130 അല്ലേ. ജലദോഷം കഫക്കെട്ട് ചുമക്കൊക്കെ നല്ലതല്ലേ. ആ, ഇഞ്ചി ഉണ്ടായിരുന്നു. ഒറിജിനൽ നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചി അല്ലേ. ഒറിജിനൽ നാടൻ ഇഞ്ചി കിട്ടുള്ളൂ. ആ, പിന്നെ ചേമ്പങ്ങളുണ്ട്. ആ, ചേമ്പുണ്ടല്ലേ. കാന്താരി ഉണക്കി വെച്ചെടുക്കുന്ന കാന്താരി മുളക്. ആ, ആ, ഇവിടെ ചേമ്പ് കിടപ്പുണ്ട്, ഉണക്കി വെച്ചേക്കുന്ന കാന്താരി മുളക്. പുൽത്തേയില ഉണ്ടാക്കുന്ന ഇവിടെയാ അല്ലേ. ഇതെങ്ങനെയാ, പുല്ല് അങ്ങോട്ട് തള്ളുവോ? ആദ്യം തൊട്ട് പറയട്ടെ. ഇത് പുല്ല് എങ്ങനെയാന്ന് വെച്ചാ ഞങ്ങളുടെ പണ്ട് തൊട്ട് പാരമ്പര്യം ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന കൃഷിയാണ്. ശരിയാ. ശരി, പ്രോസസ് ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന തൈല. ആദ്യം ഈ പുല്ല് മൊത്തം മുറിച്ച്, വെയിൽ സമയമാണെങ്കിൽ മുറിച്ച് ഫുള്ളായിട്ട് ഓരോ ദിവസം അവിടെ തന്നെ ഇടും ഉണക്കാൻ വേണ്ടി. പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുപോയി സെറ്റിലുണ്ടാക്കും. ആക്കിയതിനു ശേഷം ഈ അളവിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഹോൾ അടുപ്പിൽ തീ കത്തിക്കണം. തീ കത്തിക്കണം. എന്നിട്ട് തീ കത്തിയതിനു ശേഷം വെള്ളം ചൂടാക്കി തിളപ്പിയതിനു ശേഷം പുല്ല് ഇവിടത്ത് കയറ്റണം ചെമ്പിനകത്ത്. ചെമ്പിനകത്ത് എത്ര പുല്ല് ചേർന്നോ അതുവരെ നമ്മൾ കയറ്റണം. വീണ്ടും 1/2 മണിക്കൂർ ഫ്രീ വിടണം, ആവി വരാൻ വേണ്ടി. അതിനുശേഷവും ചെമ്പിനകത്ത് എത്ര പുല്ല് കയറുന്നോ അത്രയും പുല്ല് നമ്മൾ ടൈറ്റാക്കി ആ കമ്പ് കാണുന്നില്ലേ, കമ്പ് കൂടി കാണിച്ചാലേ, ഈ കമ്പ് വെച്ച് നന്നായിട്ട് കുത്തി കയറ്റി കയറ്റണം. അതിനുശേഷം ഈ അടപ്പല്ലേ, ഈ അടപ്പ വെച്ച് ഇങ്ങനെ അടയ്ക്കണം. ഇതുണ്ടല്ലേ, ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഈ ചാണകം, പുൽച്ചാണകം, ചണ്ട് അതിന്റെ സൈഡിൽ തേക്കും. ചണ്ട് വെച്ച് സൈഡിൽ ഇങ്ങനെ ആവി പോകാതെ രീതിയിൽ നന്നായിട്ട് തിരുമ്മി അടച്ചു വെക്കണം. എന്നിട്ട് 2.5 മണിക്കൂർ തീയിട്ട് ഉറക്കണം. എത്ര മണിക്കൂർ? 2.5 മണിക്കൂർ. അതിനുശേഷം ഇവിടെ നീരാവിയായിട്ട് താഴെ വരും. ഇവിടെ വന്നേരം അതും കൂടെ കാണാം.
ഇതുണ്ടല്ലോ ആ ഇവിടെ എല്ലാം ചേർന്ന് ഇവിടെ വന്ന് ചേരുമ്പോ ഏറ്റവും താഴെ വെള്ളവും സെൻട്രൽ മട്ടും ടോപ്പിൽ തൈലവും വരും. വേസ്റ്റ് വെള്ളം ഇവിടെ പോയിക്കൊണ്ടിരിക്കും. 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ആയിട്ടാലേ 200 മില്ലി കിട്ടുള്ളൂ. 200 മില്ലി കിട്ടുള്ളൂ. എത്ര മില്ലി? 200 മില്ലി. 2.5 മണിക്കൂർ ഇതുണ്ടല്ലേ ഈ തവി വെച്ച് തൈല് മാത്രം കോരിയെടുക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ്. പ്രോസസ് ഇതാണ്. ഓക്കെ, പറഞ്ഞു തന്നെ നന്നായി. നീലക്കുറിഞ്ഞല്ലേ? അപ്പൊ പൂടാറായില്ല അത്? ഇല്ല, 12 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പൂക്കുള്ളൂ അല്ലേ? ഇവിടെ ഒരു ഔഷധ ഉദ്യാനം തന്നെയല്ലേ? കുറെ ചെടികളും പൂക്കളും അങ്ങനെയായിട്ട് കുറെ സംഭവങ്ങളുണ്ടല്ലേ? ഇത് കടുകല്ലേ? കടുക് പൂത്തു നിൽക്കുക അല്ലേ? മസ്റ്റാർഡ് അല്ലേ? അതിന്റെ ഇടയ്ക്ക് റോസാപ്പൂ ഉണ്ടല്ലോ. ലോട്ടസ് എല്ലാം ഉണ്ടല്ലേ? ഇതെന്താണ്? ഇത് പൂച്ചെടി അല്ലേ? ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, കൊള്ളാലോ. ഇതാരാ ഉണ്ടാക്കിയേ? കാവൽക്കാരനല്ലേ? ശരി. അത് കൊള്ളാം. എന്റെ പേര് ദാമോദരൻ. ഇവിടെ തന്നെ താമസം? എന്റെ താമസം ഒറിജിനൽ സ്ഥലം എന്ന് പറഞ്ഞാൽ മറയൂരിന് മുകളിൽ ചന്ദനക്കാട്. ഞാനിവിടെ പണിക്ക് വേണ്ടി നിൽക്കുന്ന ആളാ. ഇതിന്റെ ഉടമസ്ഥാരാ? ഓണർ വേറെ അല്ലേ? ഓണർ വേറെ. പുള്ളിയുടെ പേരെന്നാ? പളനിസ്വാമി. ഓണറിന്റെ പേര്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാ? ഓക്കെ. ഞാൻ പണിക്ക് വേണ്ടി നിൽക്കുന്ന. ഓക്കെ. താങ്ക് യു. അപ്പോൾ പുൽത്തൈലം ഉണ്ടാക്കിയെടുക്കുന്ന വിധമൊക്കെ ഇവർ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇവർ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ശകലം മേടിക്കണ്ടേ? നമുക്കൊരു ശകലം പുൽത്തൈലവും ശകലം യൂക്കാലിത്തൈലവും മേടിച്ചുകൊണ്ട് പോകാം അല്ലേ? അപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ പനി, ജലദോഷവും തലവേദനയൊക്കെ വന്നാൽ അമ്മയും പ്രായമായിരിക്കുന്ന നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവിടെ അത് കുറച്ച് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി തൈലം മേടിച്ചുകൊണ്ട് പോവാം. അതെന്താണ് യൂക്കാലിത്തൈലം? പുൽത്തൈലം. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തോളാം. ഓക്കെ. ഇവിടുന്ന് നമുക്കൊരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ പോകാം അല്ലേ? ചായ ഉണ്ടോ അന്നേരെ? പേരെന്നാ? പേര് പറ. ഐഷ? മറുവ? ശരിക്കും ഈ സ്ഥലം ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ. ഇവിടുത്തെ ആദിവാസികളുള്ള ആൾക്കാർക്ക് ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി ഇതിൻ്റെ ഉള്ളിലെ ഓരോ സംഭവങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ പുൽത്തൈലവും കടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. 10, 30, 40 വർഷമായിട്ട് അവരിവിടെ തന്നെയാണ്. അവർക്കിനിയിപ്പം വേറെ അങ്ങോട്ടും പോകാൻ പറ്റിയല്ലോ. ഇതിലെ ഒരു വഴി കിടക്കുന്നുണ്ടോ? ഇതാണ് കടുവാപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ പുലിയും കടുവയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. മുട്ടനൊരു പാറയാണ്, ഇങ്ങനെ പാലം പോലെ നിൽക്കുക. കമ്പ് കൊടുത്ത് കുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടേ മോശമാക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ പണി നടക്കുന്നു. ഭയങ്കര ഒരു പാറയാണുള്ളത്. ഇതിൽ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. ഈ പാറ കണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ തൂക്കനിങ് വന്ന് ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും പെയ്താതൊന്നും നനയില്ല കേട്ടോ. അവിടെ കയറി നിന്നാൽ അത്രത്തോളം ഇതാ. ഇവിടെ ഒരു നീർച്ചാലിങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ? ഇതിൻ്റെ കരയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇത്. അതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നും വട്ടവടയിൽ നിന്നൊക്കെ നമ്മുടെ ഓണക്കാലത്ത് പച്ചക്കറി കേരളത്തിലേക്കുള്ളത് കൂടുതലും വരുന്നത്. അവരെ ഒരുക്കി എല്ലാം വാരി കത്തിക്കുകയൊക്കെ ചെയ്യുവാണ് അടുത്ത കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ സിപ്പ് ലൈനൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പണികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളേ. ഇത് അക്കരെ അവിടെ ആ കയറ് കെട്ടിയുണ്ടോ? അങ്ങോട്ടുണ്ടോ? അവിടേക്ക് എവിടുന്ന് പോകുന്നത് പണികളൊക്കെ തീർന്ന് എന്നാ താമസം വരുമോ? 1 മാസം പിടിക്കുമോ? 1 മാസത്തിനുള്ളിൽ സ്റ്റാർട്ടാവും അല്ലേ? ഓക്കെ.
ഈ വളവിൽ കണ്ടോ പുല്ലുകൊണ്ടും നമ്മുടെ യുക്കാലി കമ്പൗണ്ടൊക്കെ ഉണ്ടാക്കിയ കടയാണ് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയത് കാണാനായിട്ട്. ആനക്കോട്ടപ്പാറയിൽ ഇപ്പോൾ പുതിയ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കുറേ കുറ്റിക്കാലുകളൊക്കെ ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ട് വേറെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ മൂന്നാർ തൊട്ട് കാന്തല്ലൂർ വരെ ഇങ്ങനെ പോയി കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ആനക്കോട്ടപ്പാറ കയറാവുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 5 മണി കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് ക്ലോസ് ആയേ. ഇനി ഇവിടെ ആരെയും കയറ്റത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും സമയം പിടിക്കും ഇത് മൊത്തം ഒന്ന് കറങ്ങി വരണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴേലും ഒരു ദിവസം പറ്റുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കയറാം. അതേ നടക്കുകയുള്ളൂ. അവർ ടിക്കറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒന്നും ആരുമില്ല, ഇപ്പം ക്ലോസ് ആയതുകൊണ്ട് വാഹനങ്ങളൊന്നും നിൽക്കുന്ന കാണുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.